നമസ്കാരം. വയനാട് തൂക്കിയെടുത്തിരിക്കുകയാണ് നവ്യ ഹരിദാസ്. ബി.ജെ.പിയുടെ പെൺസിംഹമാണ്. നവ്യയുടെ ഒഴുക്കുള്ള ഇംഗ്ലീഷ് ഭാഷ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി വരെ. 2019 സംഭവിച്ചതുപോലെയും 2024 സംഭവിച്ചതുപോലെ രാഹുൽ ഗാന്ധി ആകസ്മികമായി വിജയിച്ചതുപോലെ പ്രിയങ്ക ഇക്കുറി വിജയം നേടാൻ കഴിയുമെന്ന് കരുതിയെങ്കിൽ അത് പ്രിയങ്കയ്ക്ക് തെറ്റി. കാരണം ശക്തമായ തിരിച്ചടിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നേരിട്ടത്. തങ്ങൾക്ക് സ്വന്തമായ ഒരു ലോക്സഭാ സീറ്റ് എന്നായിരുന്നു വയനാട്ടുകാരുടെ സ്വപ്നം. 2008 മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം വയനാട്ടുകാർ വളരെ സന്തോഷത്തിലായിരുന്നു. വോട്ടർമാരുടെ എണ്ണം തുലനപ്പെടുത്താൻ മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ കൂടി കൂട്ടിക്കിണക്കിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത്. 2009 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വയനാട്ടുകാർ അത് ഉത്സവമാക്കി ആഘോഷിച്ചു. 74.14 അന്നത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗ്. പിന്നീട് 2014 73.25% പോളിംഗെങ്കിൽ 2019 വരുമ്പോൾ, അതായത് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ മണ്ഡലം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു. പോളിംഗ് 83.33% കുത്തനെ ഉയരുകയും ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇറങ്ങിയപ്പോൾ അത് 73.57% പോളിംഗ് കുറഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 7% പോളിംഗിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. പിന്നീട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ ഇത്തവണ മത്സരിപ്പിച്ചു. ഏത് വിധേനയും പോളിംഗ് ശതമാനം കൂട്ടണമെന്ന ലക്ഷ്യത്തോടെ UDF മുതിർന്ന നേതാക്കളും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അടക്കം കച്ചകെട്ടി മണ്ഡലത്തിൽ പ്രചാരണം നയിച്ചു. എന്നാൽ ഇതിന്റെ ഫലമൊന്നും പോളിംഗിൽ കാണാൻ സാധിച്ചതുമില്ല. പ്രിയങ്ക മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ ദിവസം നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുത്തനെയിടിയുന്ന കാഴ്ചയാണ് കണ്ടത്. 64.72% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8.85% കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 14,64,472 വോട്ടുകളുള്ളതിൽ 10,74,623 വോട്ടുകളും ബൂത്തിലെത്തി. ഇത്തവണ ആകെയുള്ള 14,71,742 വോട്ടുകളിൽ 9,52,543 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. തപാൽ വോട്ടുകളും ഹോം വോട്ടുകളും കൂടി എണ്ണുമ്പോൾ ചെറിയ വർധന ഉണ്ടാവുമെങ്കിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പ്. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഈ ശതമാനത്തിന്റെ കുറവിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. മടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുയർന്ന വെറുപ്പ് തന്നെയാണ്. ആ വെറുപ്പ് വയനാട്ടിൽ വിത്ത് പാകിയത് കോൺഗ്രസ് ആണ്. ഒന്നും അടിച്ചേൽപ്പിക്കരുത് എന്നതാണ് മുഖ്യ കാരണം. മടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുയർന്ന വെറുപ്പാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. സാധാരണക്കാരുടെ പ്രതികരണത്തിന്റെ ആകെയാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദേശത്ത് നിന്നുൾപ്പെടെ നിരവധി വോട്ടർമാരാണ് നാട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്താത്തത് പോളിംഗ് കുറയാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയില്ലെന്നും വിലയിരുത്തുന്നുണ്ട്. അതുകൂടാതെ ഇത്തവണയും കോൺഗ്രസ് തന്നെ ജയിക്കുമെന്ന പ്രവചനങ്ങളും വോട്ടർമാരെ അകറ്റി നിർത്തിയ ഒരു പ്രധാന ഘടകമായി മാറിയെന്നതാണ് പ്രധാന കാരണം. 2024 ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റമാണ് വയനാട്ടിൽ നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ 1.41 ലക്ഷം വോട്ടുകൾ നേടി. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിനെ NDA അത്ര കാര്യമായി എടുത്തില്ല. പ്രചാരണ രംഗത്തും അത് പ്രകടനമായിരുന്നു. BJPയുടെ ദേശീയ നേതാക്കൾ എത്തിയില്ല. പക്ഷേ സുരേഷ് ഗോപി, പ്രകാശ് ജാവ്ദേക്കർ, മുൻ കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ അവിടെ എത്തി. ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്തരം കീഴ്വഴക്കം ഇല്ല എന്നാണ് BJP പറയാറുള്ളത്. സ്വാഭാവികമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ദേശീയ നേതാക്കൾ അങ്ങനെ ആരും എത്താറില്ല. ആദിവാസി ഊരുകളും ബിഷപ്പ് ഹൗസുകളുമായി പ്രധാന ഒരു പ്രചാരണ കേന്ദ്രമാക്കി വയനാട് ഇക്കുറി BJP. എന്നാൽ തങ്ങളുടെ കേഡർ വോട്ടുകൾ ഉറപ്പായും പോൾ ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ BJPക്ക് വോട്ട് ചെയ്യാതിരുന്നവരുടെ വോട്ടുകൾ ഇക്കുറി കൂടുതലായി ലഭിക്കുമെന്നാണ് NDA പറയുന്നത്. കാരണം BJP വയനാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിനായി നിർത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ UDF കുടുംബാധിപത്യത്തിന് ഊന്നൽ നൽകിയെന്ന തോന്നലാണ് വോട്ടർമാരെ ബൂത്തിൽ നിന്നും അകറ്റിയത്. LDF പ്രചാരണവും അത് നാമമാത്രമായി. ഇതെല്ലാം തങ്ങളെ തുണച്ചുവെന്നാണ് NDA ഇപ്പോൾ നോക്കിക്കാണുന്നത്. നവ്യ ഹരിദാസ് എന്ന സിംഹത്തെ ഇറക്കിയാണ് വയനാട് ഇക്കുറി BJP പഠിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ, വയനാട് ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം BJPയുടെ കയ്യിലേക്കാണ് ഇപ്പോൾ എത്തിച്ചെന്നിരിക്കുന്നത്.